Things are going really bad for you. കുറച്ച് നല്ല കൂട്ടുകാർ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. நாடின் நன்மகனே பொன்மகனே முத்தாயவனே இன்னும் சூரியனும் சந்திரனும் ஒன்னாயவனே காலம் காத்து வச்ச ரக்ஷகனே சிம்ஹாரகனே கண்ணல் கண்ணனாയി വന്നവനേ பயமே மாறிப்போ நீ அண்ணன் வந்தால் தும்பிட்டு நில்ல இருட்டில் சிட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானா என்னும் ஜனத்திறக்க காலம் எடுத்து வச்சால் சொர்க்கம் போலும் மன்னர் എന്റെ പാട്ട് സ്ഥിരമുള്ളതുകൊണ്ട് ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ പാടി ടൂർ ബോറാക്കുന്നില്ല. പുതിയ ഇനി പാട്ട് പാടുന്നവരിവിടെ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കേറിയിട്ട് നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് എല്ലാവരുടെയും. അതുവരെ നമുക്ക് ലൈറ്റായിട്ട് ഒന്ന് ഡാൻസ് ചെയ്യാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ ഒരാളും അവിടെ എത്തുന്നവരെ ഇങ്ങനെ തിരികെ നമ്മുടെ എന്താ ഇപ്പൊ ഡിവിഷൻ നമ്മുടെ ഡിവിഷൻ നോക്കിയിട്ട് നല്ല രണ്ട് താരങ്ങൾ എത്തിയിട്ടുണ്ട്. അനൂപ് ബാലകൃഷ്ണൻ നേതോ. എല്ലാവർക്കും നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും പരസ്പരം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് സാധാരണ നമ്മൾ ഈ അടുത്ത റൂമിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ എന്തായാലും അത്ര സമയമുണ്ടല്ലോ, നമുക്ക് ആദ്യം പരസ്പരം ഒന്ന് അറിഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പൊ എല്ലാവരും ഒന്ന് എല്ലാവരുടെയും പേരും സ്ഥലവും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഓഫീസും ഒന്ന് പറയാം. എനിക്കറിയാലോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ശ്യാം. പിള്ളേരെ വിളിക്കുന്നത് പീപ്പിൾ കോൾ മീ ശ്യാമണ്ണൻ. പിന്നെ കൂടുതൽ അതിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, വീട് പാലഘട്ടം, പ്രൊഫഷണലി വർക്കിംഗ് ആറ്റ് KSA. നെക്സ്റ്റ് ഞാൻ കൈമാറണം. വീട്ടിലേക്ക് വരുമൊന്നുമില്ല. എന്റെ പേര് അനു. ഞാൻ ഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് പനങ്ങാടാണ്. എല്ലാവർക്കും മരത്തോടെ എന്റെ പേര് നിതു. ബാക്കിലെല്ലാം ഉറങ്ങനെയാണ്. നൈറ്റ് കഴിഞ്ഞ ഒന്നുമില്ലാരുടെ. ഞാനിപ്പോ ഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വീട് കുമ്പളം.
എൻ്റെ പേര് പ്രശാന്ത്. ഞാനിപ്പോൾ HR വർക്ക് ചെയ്യുന്നത്. വീട് തമ്മനം. Presently working in PH Kochi. 2B. എന്റെ പേര് റിനി. ഞാൻ PH-ല് 2A. വീട് മഞ്ചേരി. വീട് അങ്ങനെയൊന്നുമില്ല. എൻ്റെ പേര് രോഹിത്. ഞാൻ ഡിവിഷൻ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് തേവര. എന്റെ പേര് അശ്വതി. ഞാൻ KSA വർക്ക് ചെയ്യുന്നു. വീട് മാവേലിക്കര. എന്റെ പേര് ഭാഗ്യലക്ഷ്മി. KSA വർക്ക് ചെയ്യുന്നു. വീട് കായംകുളം. എന്റെ പേര് ആരതി. KSA വർക്ക് ചെയ്യുന്നു. വീട് കൊല്ലം. എന്റെ പേര് മൈത്രേയി. KSA-യിൽ വർക്ക് ചെയ്യുന്നു. വീട് പൊൻകുന്നം. എന്റെ പേര് ലിൻഡു. KSA വർക്ക് ചെയ്യുന്നു. വീട് പാല. എന്റെ പേര് സരിത. ഞാൻ KSA-യിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് തൊടുപുഴയാണ്. എന്റെ പേര് ആതിര. ഞാൻ KSA-യിൽ വർക്ക് ചെയ്യുന്നു. വീട് തിരുവനന്തപുരം. എന്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ KSA-യിൽ വർക്ക് ചെയ്യുന്നു. വീട് വടക്കമ്പുറം. എന്റെ പേര് കല. KSA-യിൽ വർക്ക് ചെയ്യുന്നു. വീട് ആലപ്പുഴ. എൻ്റെ പേര് പ്രിൻസ്. RMC വർക്ക് ചെയ്യുന്നു. വീട് പത്തനംതിട്ട. എന്റെ പേര് നീതു. ഫ്രം തലസ്ഥാനം പത്മനാഭന്റെ മണ്ണ്. KSA-യിൽ വർക്ക് ചെയ്യുന്നു. 2B. എൻ്റെ പേര് രാകേഷ്. കോതമംഗലം എന്ന സ്ഥലം. ഇപ്പോൾ TML വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സാൽകുമാർ. KSA-യിൽ വർക്ക് ചെയ്യുന്നു. വീട് കോതമംഗലാണ്. This is Parth. Currently working as an LR in KSA and staying in Kalur. Saurabh here, working as SA in Kochi sorting as LR, living in Palarivattam. Good. This is Rahul Sharma and working in KSA and I'm living in Kalur. सर झूठ बोलना, कलूर में ना रहता है. വീട് ഞാറക്കൽ. എൻ്റെ പേര് ദിലീഷ്. ഞാൻ NSH-ൽ വർക്ക് ചെയ്യാണ്. വീട് വൈപ്പി. ഇപ്പൊ നമ്മളെല്ലാവരും പരസ്പരം ഒരു റഫ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിവേ കുറെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ എനിക്ക് ഇനി ഒരു റിക്വസ്റ്റ് ഇടാൻ നിർബന്ധമാണ്. ഇനി നമ്മൾ ഇപ്പൊ മുതൽ വാഗൺ വരെ ഒരാളും നിലത്തിരിക്കരുത്. സീറ്റിലും ഇരിക്കരുത്. ഓക്കെ. എന്നാൽ ഈ ട്രിപ്പ് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യണം. ഇതുപോലത്തെ ട്രിപ്പ് ഇനി ചിലപ്പോ ഈ അടുത്ത ഭാവിയിൽ ഇത്ര ചെയ്യേണ്ടാവണമെന്നില്ല എന്ന് നട്ടില് വേണം എൻജോയ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ പാട്ട് തുടങ്ങിയാണ്. കമോൺ. ദിലീഷ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? കമോൺ ഗൈസ്.
இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா? तेरा साथ ना छोड़ेंगे ये दोस्ती.
बीमारी जो धीरे धीरे ക്ലാസ് വെച്ചിരിക്കണല്ലേ
Ranjidame
കനത്ത പോളിംഗ് ഉണ്ടാവട്ടെ. നമ്മുടെ രമ്യയുടെ മോള് ഇത്ര നേരം തകർക്കണായിരുന്നു. ഇനിയൊരു പാട്ട് പാടാന്നാ പറയണത്. ചുണ്ടി കമാൺ. രമ്യേ എടുത്താപ്പം അത് പാട്ടൊക്കെ പഠിപ്പിച്ചു വെച്ചാൽ കവിത കവിത അങ്ങനെ ചെയ്യോ? വയലാർ രാമോർമ്മയുടെ ശ്രീനാരായണ ഗുരു എന്ന കവിത. മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ. जब से देखा तुमने मुझको शायरी आ गई. ചട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുളക്കല്ലിൽ ഞാൻ കണ്ടൊരു സ്വപ്നവിളിയുടെ തേരോട്ടം 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 തേരോട്ടം.
सपनों की रानी कब आएगी तू, आई मौसम रानी कब आएगी तू, रानी कब आएगी तू, चलिया ओ चलिया. പ്രകാരം എല്ലാവരും ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി മൈ മാസ്റ്റർ പീസ് രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗരം പാടുകയായി ഹേ രാമ. ललकारनाल मैं डर गई, तुझे ललकारे अंदर वड़ गई, तुझे ललकारनाल ना मेरा लेके सिद्धा आन के दरां दे विच बच्चिया नी पट्टू फिरदा, फिरदे दरां दे विच बच्चिया नी पट्टू फिरदा. വയ്ക്കാൻ പറ്റുമായിരുന്നു. ടൂ ഇൻ വൺ. അടിപൊളി. കഴിച്ചിട്ടോ ബാക്കി ഹായ്. ചിക്കൻ മുട്ട എല്ലാം ഉണ്ട്. അയ്യോ നിങ്ങളല്ലേ പണ്ട് ഒരുപാട് തിന്നാണ്. കുറച്ച് മുമ്പ് കഴിച്ചല്ലോ ഓർണം. സമാധാനം കിട്ടുമ്പോ നല്ല പാട്ടൊന്നും പാടാറില്ല, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഏറ്റവും വലിയ നോണോ അല്ല ഗ്രൂപ്പ് സോങ് ഒക്കെ പാടാറില്ല, അല്ലാതെ പാടിയിട്ടില്ല. കണ്ണാം തുമ്പി എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാതില്ലല്ലോ എന്നെ കളിയാടാമേ കിളിമരത്തടരോരം തന്ദിന താനാരേ താനാതിനന്ദരേ തന്ദിന താനാരേ താനാരേ തന്ദിന താനാരേ താനാതിനന്ദരേ തന്ദിന താനാരേ
കുത്തികുളം കലക്കി പെണ്ണ് ഓമന ചാലിന്ന് നീ പിടിച്ചേ ഒറ്റന കുത്തികുളം കലക്കി പെണ്ണ് ഓമന ചാലിന്ന് നീ പിടിച്ചേ ആദ്രമാം ഏതോ പദം തേടുന്നു പറന്നകന്നൊരു പൈങ്കിളി മരത്തേ കൊടുത്തോ പണ്ടൊരു കാട്ടിലെത്തി മുന്തിരി കണ്ട് കൊതിച്ച് നാട്ടിലെ വെള്ളം കുടിച്ച് കൊമ്പക്ക് നോക്കി നിന്നു ദൂരെ നിന്നും കഥ പറഞ്ഞു എല്ലാം പറ്റാത്ത കാടുകളിൽ കൂടുന്ന കൂട്ടിലാനൊരു പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ ഒരു നാളിലും ഈ നല്ലൊരു അറിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല കണ്ടു ഞാൻ തളരേ കണ്ടു ഞാൻ പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാളും മരുഭൂമിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തെറ്റപ്പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ സുന്ദരി ശില്പം മഞ്ഞുതുള്ളിലും നീളം കയ്യിൽ മെല്ലെ കോടിയിരുക്കാൻ വാ ഉണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലിൽ മേയുന്ന പുല്ലണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം നാട്ടുകാരാണേ കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ ചുണ്ടനും ചുണ്ടനും നാട്ടുകാരാണേ കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ ആ കുഞ്ചിയ മക്കഞ്ചു മക്കളാണേ അഞ്ചാമനോമന കുഞ്ചുവാണേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മുട്ടക്കുന്നുകൾ കാണാൻ വന്നേക്കാണ്. നെക്സ്റ്റ് ഇത് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ട് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നതാണ്. അതൊന്ന് തല്ലെടുത്ത് വെച്ച് നോക്കാൻ
तुम्हारा ध्यान सिर्फ लक्ष्य की तरफ होना। അപ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് വന്നേക്കുന്നത്. ഈ ആംബിയൻസ് ഒന്ന് നോക്കി, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെ. പലയിടത്തും ചേച്ചി വെറുതെ അല്ല ഇവിടെ ഇരിക്കലായിരുന്നു. ഇങ്ങനെ പിടിക്കണം. കീറിക്കളയാനുള്ള പ്ലാസ്റ്റിക് കവർ കിടക്കും. നമുക്ക് ഫുഡ് കഴിക്കാം. പോവാ. ഞാൻ പണിയെടുക്കാനുള്ളൂ. അത് പോയി. പുതിയ ഫോണൊക്കെ ആയിരുന്നു. റജാന്ത് ചിരി രാകേഷിന്റെ തരാട്ടോ. ഇത് കഴിക്കില്ല ചിക്കൻ. ചിക്കൻ കഴിക്കില്ല. മതിയാകുമ്പം പറയണം. അച്ചാറ് വേണ്ടേ? അടിപൊളി. ഞങ്ങളെല്ലാരും ആദ്യം ഉണ്ടായിരുന്നില്ല. നമ്മളന്ന് അവിടെ പോയത് അടിക്കുത്തല്ലേ? അതല്ല മാഡം, ആദ്യടിക്കുത്ത് മാത്രല്ല, നമ്മള് അന്ന് ആ ഒരു ബാലഭവൻ അല്ലേ അടിപൊളി. രണ്ടാമത്തെയാണ് എത്ര മൂന്നാ ഫുഡ് കഴിച്ചേ അല്ല.
ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി. ഏറ്റവും മനോഹരമായിരിക്കുന്നു. അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാടീര. മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും.
കണ്ട് കുഞ്ഞരി പ്രാവ് മുത്തമതി മറന്നൊന്നു പാടാം. സുമചേച്ചി ഓർഗനൈസ് ചെയ്ത ടൂറ് ഇവിടെ ഏതാനും മണിക്കൂറുകൾക്കകം ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാതെ അതൊന്ന് അടിച്ചു പൊളിച്ച് എൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങള് കുറച്ചുപേര് എവിടെയാണ് ഏറ്റുമണിൽ ഇറങ്ങാന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ ഒന്ന് കണ്ണു തന്നെ എഴുന്നേക്കും. നമുക്കൊരു ലക്കി ഡ്രോ ഉണ്ടേ. ഞങ്ങളെല്ലാവരുടെയും പേര് എഴുതി തൊപ്പിടാതിട്ടുണ്ട്. അപ്പൊ അതിന്ന് നമ്മുടെ രമ്യയുടെ ചുഞ്ചി ഒരു ലോട്ട് എടുക്കണം. ഒരു ടാസ്ക് ഉണ്ട് അതില്. എല്ലാരും ഉറങ്ങിയ എന്നാ നമുക്ക് സുമചേച്ചിനെ കൂടെ എടുപ്പിക്കാം. അപ്പൊ സുമചേച്ചി ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അടുത്ത മാസം 28-ാം തീയതി YMCA എറണാകുളം YMCA ഹാളിൽ വെച്ചിട്ട് സുമചേച്ചിയുടെ റിട്ടയർമെന്റ് ട്രീറ്റ് ഉണ്ട്. അവർ 5 പേര് റിട്ടയർ ആവുന്ന 5 പേര് കൂടിയാണ് നടത്തുന്നത്. അപ്പൊ അതില് എല്ലാവരും വന്ന് പങ്കെടുക്കണം. അന്ന് വർക്കിംഗ് ഡേ ആണ്, ട്യൂസ്ഡേ ആണ്, മൺഡേ ആണ്, ട്യൂസ്ഡേ ആണോ? ഏത് ദിവസമാണെങ്കിലും വന്ന് പങ്കെടുക്കണം. അത് സുമചേച്ചിയുടെ എന്താണ് ഇൻവിറ്റേഷൻ ആണ്. സുമചേച്ചിനെ കൂടെ പറയിപ്പിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എല്ലാവരോടും ഒന്ന് പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചതാണ്. 28-ാം തീയതി May 28 ട്യൂസ്ഡേ മൈ റിട്ടയർമെന്റ് പ്രോഗ്രാം അറ്റ് YMCA ഹാൾ. രാഹുൽ, പാർത്ത് ഇപ്പൊ എല്ലാരും ഒന്ന് ഉണർന്ന് ഈ ലോട്ടൊന്നെടുത്ത് ഉഷാറാണ്. നമ്മൾ ഈ ടൂർ പ്ലാൻ ചെയ്തതേ സുമചേച്ചിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. കാരണം സുമചേച്ചി ഇത്രയും നാള് സർവീസിലുണ്ടായിട്ട് നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ടൂർ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്. അപ്പൊ സുമചേച്ചിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഇനി എനിക്ക് ടൂറിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, റിട്ടയർമെന്റ് ആയി പോയല്ലോ എന്നുള്ള വിഷമമാണ്. വിഷമിക്കണ്ട, എല്ലാ വർഷവും ടൂർ നടത്താം. അപ്പൊ അതെ അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറായി നമുക്ക് ആ ഒരു ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. സുമചേച്ചിയുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറായിരുന്നേ. നമുക്ക് ഈ ലോട്ട് എടുക്കാം. സുമചേച്ചിനെ കൂടെ എടുപ്പിക്കാവേ. അപ്പൊ കൊച്ചുണ്ടെങ്കിൽ ചുഞ്ചി കമോൺ. ചുഞ്ചി നല്ലൊരു കൈ കൊടുക്കണേ. കാരണം ഇന്ന് രാവിലെ തൊട്ട് ആ കൊച്ച് ഇവിടെ കഷ്ടപ്പെട്ടത് ഇതാണ് ശരിക്കും ഒരു ടൂർ കൊണ്ട് എല്ലാവർക്കും ഒരു മെമ്മറീസ് ആയിട്ട് കിട്ടുന്നത്, നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി. അപ്പൊ അതിന് എല്ലാവരും, ഇപ്പൊ ബബി ആണെങ്കിലും റിനി ആണെങ്കിലും ശ്യാമാണെങ്കിലും എല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിന് അത്രയും എഫർട്ട് എടുത്താണ്. കാരണം അവരും നിന്ന് തുള്ളല്ലേ. അപ്പൊ അവരുടെ ഒരു പകുതിയെങ്കിലും നമ്മള് തിരിച്ച് കൊടുക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ഉഷാറാണ്. എല്ലാവരും നമ്മൾ നിന്നേ. വെള്ളമൊക്കെ ഉണ്ടായി കുടിച്ചോ? മതി അല്ല, നിങ്ങളൊന്നും ഉറങ്ങിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടി പറഞ്ഞത്. അതായത് നമ്മളിപ്പോ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ശരിക്കും ലക്കുള്ള ഡ്രോ ആണ്. അതായത് ഇവിടെ കുറച്ച് ലോട്ട് ഉണ്ട്, അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ ടാസ്കിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ഏതെങ്കിലും ടാസ്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ടാസ്ക് അവർ ചെയ്യും. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുഞ്ചി ഫസ്റ്റ് ലക്കി ഡ്രോ എടുക്കാൻ പോവാണ്. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നോക്കാം. Wow! The one and only Jagesh. Come here.
അടിപൊളി അടിപൊളി. ആ ഒരു ഭാഗ്യവാനെ ഇത്രയും പേരിൽ നിന്നും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടി ടാസ്ക് ചെയ്യാൻ വരുന്നത് രാകേഷാണ്. വരാനുള്ള ആ ഒരു എണീറ്റ് വന്നതാണ്ട. ഓക്കെ, ഇതിൽ ടാസ്ക് എടുക്കാം. തുറക്കരുത്. ആ ഇനി പറ, ഇനി കാര്യം പറ. ഓ സീനാണല്ല. ഓ സിമ്പിൾ ടാസ്ക്. ഏതെങ്കിലും മിമിക്രി അവതരിപ്പിക്കാം. ഏതെങ്കിലും ഇവിടെ സൗണ്ട്. സിമ്പിൾ ടാസ്ക്. ഇത്ര സിമ്പിൾ ആകാറായിരിക്കും കിട്ടൂല. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല ഭാവിയുണ്ട്. ഇനി ഓക്കെ, പോലെ. രാകേഷ്, ഇത് ആക്ച്വലി ലക്കി ഡ്രോ എന്ന് വെച്ചാൽ കറക്റ്റ് ലക്കി ഡ്രോ തന്നെയായിരുന്നു. അല്ലാതെ ടാസ്ക് ഒന്നും ചെയ്യണ്ട. രാകേഷിന് ചുമ്മാ രാകേഷ് എന്ന് ലക്കി മാനാണ്. സോ ഒരു ഗിഫ്റ്റ്. താങ്ക്സ് മാത്രം പോരാ, കാണണം. ഓക്കെ, കമോൺ നെക്സ്റ്റ്. ചുഞ്ചി ഒരാളുടെ പേര് സെലക്ട് ചെയ്യും. ഡിനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കേണ്ടത്. ഈ പേര് എന്നാണ് ഡിനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കണം. ചേച്ചിയുടെ പണ്ടത്തെ കാലത്ത് ഒന്ന് ഓർത്താ മതി. ഡിനോസർ അറിയില്ലേ? അറിയാം, പക്ഷെ സൗണ്ട് ഒന്നും എനിക്കറിയില്ല. മാറ്റിപ്പിടി. ഓക്കെ, ടാസ്ക് ഒന്നും വേണ്ട. 50 വയസ്സിന് മേലെയുള്ളവർക്ക് ടാസ്ക് ഇല്ല. ഓക്കെ, 50 ദിവസത്തിന് മേലുള്ളവർക്ക് പ്രത്യേക ടാസ്ക് ഒന്നുമില്ല. ഒരു പാട്ട് പാടിയാൽ മതി. വളരെ മനോഹരമായ ഒരു ലക്കി മാൻ രാകേഷും ലക്കിയസ്റ്റ് വുമൺ സുധാ മേഡം. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടി ഈ ലക്കി ഡ്രോ നറുക്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും ഇത്ര നേരം എന്റർടൈൻ ചെയ്ത നമ്മുടെ സ്വന്തം ചുഞ്ചിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. കമോൺ ചുഞ്ചി. ചുഞ്ചിക്ക് ഇഷ്ടമായിട്ടാ. ഓക്കെ, ചുഞ്ചിക്ക് അങ്ങനെ വെറുതെ ഗിഫ്റ്റില്ല, ടാസ്ക് ഉണ്ട്. ഈ ടൂറിനെ കുറിച്ച് 2 വാക്ക് പറയണം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഭയങ്കര സന്തോഷമായി. അതുപോലെ ഇത് ഓർഗനൈസ് ചെയ്ത പ്രശാന്ത്, ശ്യാം, നീതു, പിന്നെ ഇതിന് പുറകിലുണ്ടായ എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. പിന്നെ ബബിത, നീതു, റിനി, എന്താണ് എല്ലാവരുടെ പേര്. എന്നെ സംബന്ധിച്ച് ഈ ടൂർ വളരെ മനോഹരമായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. ഞാൻ ഇപ്പം മേഡത്തിൻ്റെ കൂടെ അല്ല നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ RMSലാണ്. എന്നാലും മേഡം ആ പഴയ ബന്ധത്തിൽ എന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ ഒത്തിരി ആ ഒരു ആത്മാർത്ഥത കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒഫീഷ്യേറ്റിംഗ് ടൈമിലാണ് വന്ന സമയത്ത്, അന്ന് ഞാൻ GDS ആയിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സെറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയായിരുന്നു. പിന്നെ ഇപ്പം നിലവിൽ ഞാൻ RMS
പേഴ്സണാണ്. എന്നിട്ടും ആ പഴയ ആ ഓർമ്മ വീണ്ടും എന്നെ ഓർത്തെടുത്ത് ആ ഒരു ഗാങ്ങിലെ എന്നെ ഉൾപ്പെടുത്തി ഈ ടൂറിന് വിളിച്ചതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. എന്നും ഇതൊരു മെമ്മറബിൾ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഇപ്പം മേഡത്തിൻ്റെ ഇതിനുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും ശോഭനീയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം തന്നെ സുമ ചേച്ചിയുടെ ഞാൻ താങ്ക് യു പറയാണ് എന്നെ ഓർത്ത് വിളിച്ചതിന്. പിന്നെ ഈ ടൂറ് വരാൻ പറ്റുന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായില്ല. ഇന്നലെ വരെ 2 ദിനം നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വന്നു. പിന്നെ ഇതുവരെ ഞാൻ വാഗമൺ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. സുമ ചേച്ചി കാരണം വരാൻ പറ്റി. പിന്നെ ടൂറ് നന്നായിരുന്നു. മൊത്തത്തിൽ എല്ലാം കൊണ്ടും എന്താ ഫുഡ് അറേഞ്ച് ചെയ്തതാണെങ്കിലും എല്ലാം നന്നായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുള്ളൂ എന്ന് മാഡത്തിനോട് പറഞ്ഞിരുന്നത്. അപ്പം അത് കഴിഞ്ഞൊരു ഡേറ്റ് സെലക്ട് ചെയ്യാനും അതിലൊക്കെ എന്നെ കൂടി ഉൾപ്പെടുത്താനും മാഡം കാണിച്ച വലിയ മനസ്സിനെ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ സാധാരണ ഞങ്ങൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ടൂറൊക്കെ പോയിരിക്കുന്നത്. ഇത്തവണ എൻ്റെ കുഞ്ഞിനെയും കൂടി കൊണ്ടുവരാൻ പറ്റി. അവൾ മാക്സിമം എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു അവസരം തന്നതിന് മാഡത്തിനും നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ സന്തോഷം. വിഷു ആയാലും ഇപ്പൊ ഇന്നത്തെ ഈ ടൂർ ആയാലും കലണ്ടർ മനോരമ തന്നെ. അതുകൊണ്ട് ഇനി ഇതുപോലെ മാഡത്തിന് ടൂറിന് പോകണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളും വരും. ആയാലും സാരമില്ല, ഞങ്ങൾ മാഡത്തിന്റെ കൂടെ വരും. അപ്പോൾ സുമ മാഡത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ 7-8 പേരുണ്ട്. ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. എന്നാൽ പോലും ഞങ്ങളെ നിർബന്ധിച്ച് തന്നെയാണ് മാഡം ഈ ടൂറിന് കൊണ്ടുവന്നത്. അതുമല്ല ഞങ്ങളുടെ എല്ലാവരും സൗകര്യാർത്ഥമാണ് മാഡം തിരുവനന്തപുരത്ത് അതിന് നടുക്കൊരു സ്ഥലം ഒത്തിരി സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് മാഡം ഇത് ഫിക്സ് ചെയ്തത്. അപ്പം എല്ലാത്തിനും മാഡത്തിനോട് ഞാൻ നന്ദി പറയുന്നു. സുമ മേഡത്തോട് ഈ ടൂർ ഓർഗനൈസ് ചെയ്തതിൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ടൂർ ഇത്രയും നന്നായി നടത്തിക്കൊണ്ട് പോയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒത്തിരി പേര് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക്സ് ടു പ്രശാന്ത് സാർ. സാറാണ് ഇതിന്റെ ഫുൾ ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ട് തന്നെ സുമ മാഡത്തിന് താങ്ക്സ് പറയുന്നു. വളരെ നല്ലൊരു ടൂറായിരുന്നു. ശരിക്കും എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു ഓർമ്മയായിരിക്കും. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. ശരിക്കും ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ 8 പേരുണ്ട്. അപ്പം ഞങ്ങൾ 8 പേർക്ക് ഒരേപോലെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് തന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇതിങ്ങനെ സക്സസ് ആയിട്ട് നടത്തിയതിൻ്റെ പിന്നിൽ അവരുടെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പ്രശാന്ത് സാറിനും ഷാം സാറിനും ഇതു മാഡത്തിനും സുമ മാഡത്തിനും സുധാ മാഡത്തിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ ട്രിപ്പ് സംഘടിപ്പിച്ച സുമാ മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഒരു കൂട്ടായ്മയിൽ ഈ ട്രിപ്പിൽ വന്നു. സന്തോഷകരമായിട്ട് ഇതെല്ലാം വിജയകരമായി നടത്തി. എല്ലാവർക്കും ട്രിപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. Actually, I don't have any words to express my gratitude towards Suma madam. And especially to my love towards Suma. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പാലക്കാട് നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് സെറ്റിലേക്ക് വരുന്നത്. ശരിക്കും KSIയിലല്ല ഞാൻ ജോയിൻ ചെയ്തത്, PHലാണ്. എന്നെ ഇവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രമ്യ. അതുകൊണ്ടാണോ എന്നറിയില്ല, രമ്യയോടുള്ള സ്നേഹം സുമാ മാഡത്തിനും സുധാ മാഡത്തിനും എന്നോട് പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല സുധാ മാഡം. ശരിക്കും ഒരു ചേച്ചിന്നോ അമ്മയെന്നോ എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല. ഈ ഒരു ടൂർ മാം സംഘടിപ്പിച്ചപ്പോൾ എന്നെ ഓർത്ത് ആദ്യമേ തന്നെ വിളിച്ചെന്നുള്ളതിൽ നന്ദി പറയാൻ വാക്കുകളില്ല. ശരിക്കും മാഡം വിളിക്കുന്ന സമയത്ത് 18th എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം 25th പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അസൗകര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമായി. പക്ഷേ എന്തോ മാഡത്തിന്റെ ഒപ്പം വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം എന്ന് തോന്നുന്നു. ഞാൻ പ്ലാൻ ചെയ്തിരുന്ന പ്രോഗ്രാം അത് മാറ്റുകയും മാഡത്തോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ ശരിക്കും ദൈവത്തോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. സുമ മാഡത്തിന് ഒത്തിരി സ്നേഹം, ഒത്തിരി താങ്ക്സ്. ആദ്യമായിട്ട് സുമാഡത്തിനെല്ലാം നന്ദി അറിയിക്കുന്നു.
ഞാനും സുഖമായിട്ടും പണ്ട് കൊച്ചിനേറിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്. അന്നത്തെ ഓർമ്മ വെച്ച് മാഡം ഇപ്പോൾ വിളിക്കുകയും ടൂറിന് പങ്കെടുക്കാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടൊപ്പം നല്ല എൻജോയ് ചെയ്ത് പങ്കെടുക്കാൻ പറ്റി. മാഡത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക്സ്. ആദ്യമായി ഇങ്ങനൊരു പരിപാടി തുടക്കമിട്ട സുമ ചേച്ചിക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. കാരണം ആദ്യമായിട്ടാണ് ശ്യാം പറഞ്ഞ പോലെ RMSന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ പോലെ ഒരു ട്രിപ്പ് വെക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ട്രിപ്പ് നടത്തിയ സുമ ചേച്ചിക്കും ഇത് ഓർഗനൈസ് ചെയ്ത പ്രശാന്ത്, ശ്യാം ഇവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യം സുമമേളത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനൊരു ടൂർ സംഘടിപ്പിച്ചതിന് 8 വർഷങ്ങൾക്ക് ശേഷമാണ് കൊച്ചിനേറി എന്നൊരു ടൂർ പോകാൻ സാധിച്ചത്. അത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും സക്സസ് തന്നെയാണ്. നമുക്ക് 1 ഡേ ടൂർ ആണെങ്കിലും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെയാണ് കിട്ടിയത്. ഒരു ടൂറിലും വിശപ്പിന് മുമ്പ് നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നത് വിശക്കണക്കാരെ മുമ്പ് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് വെള്ളവും സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു. അത് ഈ ടൂറിന്റെ ഏറ്റവും വലിയൊരു സക്സസ് തന്നെയാണ്. പിന്നെ എല്ലാവരും ഫുൾ എനർജി ആയിരുന്നു. When I first I would like to say that happy retirement, like Sumama, and I want to say that like when the first time when I joined, so the first day I met the Sumama, and she taught me everything. Me and my friend, we were both very anxious on the very first day, but she taught everything very well, and like she's now retiring, so I would like to say a very happy and very peaceful retirement life. And also a very great thank for organizing the Vishu and this trip. It's very having a very great and new experience. Thank you very much, ma'am. I want to thank you, Suma ma'am, for this wonderful trip and the experience we had. I think whenever we leave for this wonderful trip, and I just want to say that whenever we just meet you and we just leave from the office, what we see is your smile, and have a wonderful life ahead. And I just wish to God that you have always the smile as you have. Thank you very much. ഇവിടെ അധികം ടൈം നിർത്തില്ല. Thank you, Sumama, for this lovely trip. Wish you a very happy retirement, and all the time that I have spent in the office, it's most of them has been under you, and it's been a wonderful experience. It's more of a family that I feel, and I'm so much blessed to actually have worked under you. So thank you so much. Very happy retirement, and thank you for the trip. സുമേടത്തിനോട് ഒരു വലിയ നന്ദി പറയാണ്. കാരണം കൊച്ചിനേറില് ഞാൻ 2012 അവസാനമായിട്ട് ടൂറ് കൊച്ചിനേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെയൊരു നല്ലൊരു ടൂറ് സംഘടിപ്പിക്കുകയും അതുമാത്രമല്ല മാഡത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഞങ്ങളോടൊപ്പം ആഘോഷിക്കണമെന്നുള്ള ആ തീരുമാനം തന്നെ ഏറ്റവും വലിയ തീരുമാനമാണ്. കാരണം ഞങ്ങൾ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് മാഡത്തിന് മാത്രമല്ല ഞങ്ങൾക്കും വളരെ മെമ്മറബിളാണ്. കാരണം നമ്മളിപ്പോൾ ഓരോ സെറ്റിലാണെങ്കിലും ഇപ്പോൾ എന്തൊരു ഫങ്ഷൻ എന്തെങ്കിലും ഇത് കഴിഞ്ഞ് മാഡം ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം എന്താ പറയുക വളരെ ഒരു ഗ്രാൻഡാക്കി മാറ്റാറുണ്ട്. നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ചെയ്താൽ മതി നമ്മൾ പറഞ്ഞപ്പോഴും മാഡം പറയുന്നത് വേണ്ട നമുക്ക് നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഇത് മാഡത്തിൻ്റെ റൂമിൽ ഞാൻ ഏകദേശം ഒരു കഴിഞ്ഞ 2 വർഷം ആകെ 2 വർഷമാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പറെ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ എന്ത് വിഷമം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കാരണം നമ്മൾ ഓഫീസിൽ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ജോലി ചെയ്യാൻ വരിക എന്നതിനപ്പുറം നമ്മുടെ ഒരു ഫാമിലി മെമ്പറുടെ അടുത്ത്
അടുത്തൊക്കെ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, പ്രശ്നമില്ലായ്മ. അതുകൊണ്ട് എസ്പെഷ്യലി എന്ന് വെച്ചാൽ നമ്മുടെ പ്രശാന്ത് ആണെങ്കിൽ പോലും ആണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ഓർഗനൈസ് ചെയ്ത പ്രശാന്തിനോടും നന്ദി പറയുകയാണ്. അതുപോലെ മാഡം ഇതിന് ഏറ്റവും നല്ലൊരു എന്താ പറയുക റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുകയാണ്. താങ്ക് യു. ആദ്യമായി സുമേടത്തിന് ഇങ്ങനെ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് റിട്ടയറാവുന്ന സുമേടത്തിന് ഭാവിയിൽ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. മേഡം റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് നല്ലൊരു രീതിയായിരുന്നു. അതിലെ ഷോട്ടിങ്ങിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ സുമ ചേച്ചി റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തത് ശരിക്കും നല്ലൊരു തീരുമാനമാണ്. കൊച്ചി ഷോട്ടിങ്ങിന്റെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഞങ്ങളെ വിളിച്ചത്, എന്നൊക്കെ വിളിച്ചത് ഒരുപാട് നന്ദിയുണ്ട്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. റിട്ടയർമെന്റ് ലൈഫ് ഇതുപോലെ അടിച്ചു പൊളിച്ച് പോട്ടെ. ഹാപ്പി റിട്ടയർമെന്റ്. ഈ സെറ്റിലല്ലെങ്കിൽ പോലും ഞങ്ങളെ എടുത്ത് വിളിച്ച പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയുന്നു, അതായത് ഈ ടൂറിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒന്നാമത് സുമയുടെ ഇതിൽ എല്ലാ കാര്യവും നോക്കി പ്ലാൻ ചെയ്തു. അതായത് ഓരോരുത്തരും കുടിക്കാനുള്ള കുപ്പി, അവിടെ ഇരുന്ന് കഴിക്കാനുള്ള മുണ്ട്, പിന്നെ പ്ലേറ്റ്, അതെല്ലാം സുമയുടെ തന്നെയാണ്. അത് വല്ല ഫിനിഷോണല്ല കറക്റ്റ് സമയത്ത് ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുന്നത് പ്രശാന്ത് ഒരുപാട് കൂടിയായിരുന്നു. സാധനങ്ങൾ വാങ്ങിക്കാനും പ്രശാന്ത് തന്നെയാണ് എല്ലാത്തിനും നടന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മളെല്ലാവരും അതായത് കയ്യിൽ നിന്ന് കാശെടുത്ത് പോയ ടൂറിന് പോലും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാറുണ്ട്. ഇത് സുമയുടെ അങ്ങനെ ഒരു തെറ്റും വരരുതെന്നുള്ള രീതിയിൽ സുമയുടെ എല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഫൈനലായിട്ട് സുമയുടെ ഒരു കാര്യം കൂടി നമുക്ക് സ്പോൺസർ ചെയ്യാൻ പോവുകയാണ്, ഐസ്ക്രീം. അടുത്തതായി മറുപടി പ്രസംഗത്തിന് വേണ്ടി ശ്രീ പ്രശാന്ത് പളത്ത്. സുമ മേഡത്തിന് നന്ദി പറയുകയാണ്. ഇത്രയും വലിയൊരു ടൂറും പിന്നെ ഞങ്ങളുടെ വിഷു പ്രോഗ്രാം സ്പോൺസർ ചെയ്താണ്. പിന്നെ ഞാൻ പറയാൻ വെച്ച കാര്യങ്ങൾ ഇവരെല്ലാവരും തന്നെ പറഞ്ഞു, ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പറയാനില്ല. പിന്നെ ഈ ടൂർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സുമ മേഡം, MTS പിള്ളേർ പ്രത്യേകം അവർക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് അവരുടെ ലീവ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി രശ്മീനെ നിരന്തരം വിളിച്ചിട്ടുണ്ട്. കാരണം ഡ്യൂട്ടി അവരെ മാറ്റിയിട്ടു, അവർക്ക് ഓഫ് കൊടുത്തു. സുമ മേഡമാണ് വിളിച്ച് എല്ലാവരും ലീവ് സെറ്റിലാക്കിയത്. അതുപോലെ തന്നെ സൗരഭിൻ്റെ ഡ്യൂട്ടി അറേഞ്ച്മെൻറ്റും ചെയ്തത് സുമ മേഡം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ടൂറിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും A to Z തന്നെ സുമ മേഡം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്നേഹനിധിയായ സുമ മേഡത്തിന് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പരിപാടി അതിഗംഭീരായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയുന്ന ഒരു സൗഹൃദം അല്ല ഞങ്ങളുടെ ഇടയിലുള്ളത്, അതിലുപരിയാണ്. അപ്പൊ ഞാൻ സുമയെ നന്ദി അങ്ങനെ അത് പറയാൻ പറ്റില്ല, പറയണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. അതിലുപരിയായ ഒരു സൗഹൃദമാണ്. പിന്നെ സുമയ്ക്ക് മാത്രമേ ഈ ഇതുപോലൊരു മനസ്സുണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു 100% സത്യമായ കാര്യമാണ്. കാരണം കൂടെയുള്ളവര് എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ആ റിട്ടയർമെന്റ് കാര്യം അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷെ അത് 5 പേര് കൂടി ചെയ്യുമ്പോൾ അതിൽ വരുന്ന പോരായ്മകൾ സ്വയം ആ സമയത്ത് നമുക്ക് നികത്താൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ കൂടെയുള്ള പിള്ളേരെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തുടക്കം മുതലേ പറയുന്നത് എല്ലാം എന്നോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഡേറ്റ് മാറ്റി മാറ്റി കൂടുതലും വെച്ചത് എനിക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാല്. കാരണം എൻ്റെ മരുമോളുടെ ഡെലിവറി ഡേറ്റ് അടുത്തായിരുന്നു. അപ്പൊ അയ്യോ സുധയില്ലെങ്കിൽ ശരിയാവില്ല, സുധയെ കൂടി വരണം, എൻ്റെ ലാസ്റ്റ് ടൂർ അല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം ഈ ഒരു ഡേറ്റ് എടുത്തു. എല്ലാവർക്കും കംഫർട്ടബിൾ ആയി, വിചാരിച്ച എല്ലാവരും തന്നെ വന്നു, എനിക്കും പങ്കെടുക്കാൻ പറ്റി. അതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ സുമയുടെ ഈ മനസ്സെന്ന് പറയുന്നത് വേറെ ആർക്കും ഉണ്ടാവില്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ മനസ്സിന് വലിയൊരു കൈയടി തന്നെ കൊടുത്തേക്കാം. ഈ ചെറുത് പോരാ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു ടൂറ് ഇപ്പോൾ അതായത് കംപ്ലീറ്റ് ഫോട്ടോഷൂട്ട് ഔട്ടും പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് നമ്മൾ സ്ഥലം അധികം കവർ ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂർ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളത്.
അപ്പോൾ ഇനിയും ഇതൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓർമ്മച്ചപ്പായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കുറച്ചും കൂടി നമുക്ക് മെമ്മറീസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും ഫൈനൽ വരെ സഹകരിക്കുക. കേട്ടോ പിന്നെ ഈ ഐപിഎല്ലിന്റെ ഒരു എക്സ്ട്രാ ഒരു മധുരം പോലെയല്ലേ. അപ്പൊ ഇത്രയും നമുക്ക് വേണ്ടി ചെയ്ത സുമാ മേഡത്തിന് വെറുതെ ഒരു താങ്ക് യു ഒതുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോ തിരിച്ചും നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോ? കൊടുക്കട്ടെ വേണമെങ്കിൽ മുന്നിൽ നിൽക്കുന്ന അമ്മതന്നെത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം ഭൂവിൽ തുണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോൾ അമ്മല ചെണ്ടനോടി ചാകാതി ചടുത്തെത്തി ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞു. ആദ്യമായിട്ടാണ് അവിവേകം കാണിച്ചേക്കുന്നത്. അവിവേകം കാണിക്കാനായിട്ട് ഈ ടൂറിൽ നിന്ന് ധൈര്യം കിട്ടിയെങ്കിൽ അത് ടൂറിന്റെ വിജയമാണ്. കാരണം ആരും പറയാതെ ഞാൻ ഒരു കവിത ചൊല്ലാം എന്ന് ഇങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ഒരു കൈയ്യടി കൊടുത്തേക്കെ. എല്ലാരും തുള്ളെങ്കിൽ ബലി എല്ലാരുമേ തുള്ളണ്ടേ സ്വയക്കരക്കെ ചിരിച്ചുകൊണ്ട് എല്ലാം തുള്ളുന്നത്. ഓ ജാബ ജാബ ഓ ജാബ ജാബ കൈകാലകൾ എല്ലാരും കട ഓ ജാബ ജാബ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ മോള് വെറുതെ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ ആരേ റപ്പ. ഏതായാലും തീരാറായി. ഞങ്ങളൊരു പൊളി പൊളിക്കാൻ പോണേ. പൊളിക്കല്ലേ?
ചോറ് കറുവാട് ഉറവച്ച സോറ് ഊട്ടിവിട നീ പുതുമെനക്ക് മുത്തമട്ട് നെത്തിയല മാർഗിക്ക് നെത്തിയല സത്തുവിടുന്നോട് കടിയനക്ക്
വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം പോകാം പോകാം വാർമുഖിലായി ആടാം പാടാം മലർവനിയിൽ ഒന്നാകാം എന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലാമുയിരാകാം വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം വർണ്ണം